സേനാനിയുടെ ചരിത്രം പറയുന്ന ചോദ്യങ്ങൾ നൽകിയതായിട്ട് ശ്രദ്ധപ്പെട്ടിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അംബേദ്കർ വേണോ സവർക്കർ വേണോ എന്നുള്ള ചോദ്യമാണ്. അംബേദ്കർ ഭരണഘടന നിലനിൽക്കണമെന്നും സമത്വം വേണമെന്നും വാദിച്ച വ്യക്തിയാണ്. അതേസമയം സവർക്കർ നേരെ അസമത്വമുണ്ടെങ്കിൽ മാത്രമേ, അതായത് ഭിന്ന സംസ്കാരങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന തത്വമാണ്. അതുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം വന്നോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ ഒരു ദേശസ്നേഹിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം RSSും BJPയുടെയും അജണ്ടയാണ്. അതിന് വിധേയമാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് അതിന് ഉത്തരവാദികൾ ആരാണെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. രണ്ട് ഉപജില്ലകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ആ കാര്യം കാണിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും അധികം ക്രൂരത നേരിട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നുള്ള ചോദ്യം, അതിന് കൊടുത്തിരിക്കുന്ന ഉത്തരവുമാണ് VD സവർക്കർ. അങ്ങനെയാണെങ്കിൽ ഗാന്ധി വധത്തിലെ പ്രതിപട്ടികയിലുള്ള ഒരാളും കൂടിയാണ് സവർക്കർ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ വിട്ടുപോവുകയും പിന്നീട് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തന്നത സഹചാരികൾ തന്നെ ഗാന്ധി വധത്തിൽ സവർക്കറിന് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ പിന്നീട് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇവിടെ ഇന്ത്യയെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, ശരിക്കും രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത്, ടു നേഷൻ എന്ന് പറയുന്നത് ആദ്യം ഉയർത്തിയ ആൾ കൂടിയാണ് സവർക്കർ. അതുകൊണ്ട് അത് വളരെ ഗൗരവമായി കണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്മാറാനുള്ള സാധ്യത സർക്കാർ പരിശോധിക്കും. സർക്കാർ അതിൽ ഒരു സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ മുൻകൂട്ടി പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സബ് കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ, അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സബ് കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണല്ലോ നമ്മുടെ മുന്നിലേക്ക് അവർ ആ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ സമയത്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കാം. റിപ്പോർട്ട് അല്ല, അത് സാവകാശം കൊടുക്കാം. നമുക്ക് മുൻമുനയിൽ നിർത്തിയിട്ട് റിപ്പോർട്ട് നാളെ തന്നെ തരണം എന്നൊന്നും പറയാൻ ഒരു കമ്മിറ്റിയോട് നമുക്ക് ആജ്ഞാപിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ അത് പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് അവർ പുറത്ത് പറയുമല്ലോ. എന്തായാലും റിപ്പോർട്ടിന് ഒരു അന്ത്യം ഉണ്ടല്ലോ. ആ റിപ്പോർട്ട് അവസാനം പിന്നെ പ്രഖ്യാപിക്കണമല്ലോ. അതല്ല, അതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് പരിശോധിച്ച ശേഷം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നീക്കാം. നമ്മൾ ഒരു കാര്യത്തിൽ വളരെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ NEP എന്ന് പറയുന്ന ദേശീയ പാഠ്യപദ്ധതിയെ, അപ്പോൾ എഡ്യൂക്കേഷൻ പോളിസിയെ ഇവിടുത്തെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. അതിൽ കരിക്കുലത്തിലായാലും അതുപോലെ തന്നെ സിലബസിലായാലും ഒക്കെ തന്നെ കേരളത്തിൻ്റേതായുള്ള ഒരു മാതൃകയുണ്ട്. ആ മാതൃക അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിയിപ്പം അമെൻമെൻറ്റിന് ഉള്ള പ്രൊവിഷനും അതിനകത്തുണ്ടല്ലോ. അമെൻമെൻറ്റിനെ കുറിച്ച് ആലോചിക്കുക എന്താണ് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. എന്ത് തന്നെയായാലും കേരളത്തിൻ്റെ തനതായ ഒരു വിദ്യാഭ്യാസ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ എന്തായാലും ഈ ഗവൺമെൻറ് പ്രവർത്തിക്കില്ല. അതല്ല, അതിപ്പോൾ അതിനിടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പാർലമെൻറ്റിൽ അത് അവർ പാസ്സാക്കിയല്ലോ. പാസ്സാക്കുകയും അതിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ 3 വർഷം കഠിന തടവ് എന്നുള്ള രീതിയിൽ ഒക്കെയുള്ള നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി അതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഭരണഘടനയിൽ ആണ്, ഞാൻ പറയുന്നത് ഭരണഘടനയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഭരണഘടനയിൽ ദേശീയ ഗാനത്തെയാണ് ബഹുമാനിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടന പറയുന്നത് ദേശീയ ഗാനത്തെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. അതേസമയം വന്ദേ മാതരത്തിനെ
പിന്നെ അത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ചൊല്ലിക്കോട്ടെ. അത് എല്ലാവരെയും നിർബന്ധിക്കരുത് എന്ന് ഇപ്പോഴല്ല, പണ്ട് കോൺഗ്രസിൻ്റെ നാഷണൽ കമ്മിറ്റി, അന്നത്തെ കമ്മിറ്റിയിൽ നെഹ്റു ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം അനുസരിച്ച് അന്ന് രവീന്ദ്രനാഥ് ടാഗോർ അടക്കം ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏത് ഭാഗം ചൊല്ലാം, ഏത് ഭാഗം ചൊല്ലണ്ട എന്നൊക്കെ പറയുന്ന ധാരാളം ചർച്ചകളൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. അപ്പം അതൊന്നും പരിശോധന വിധേയമാക്കുന്ന ഒരു സന്ദർഭമല്ല ഇത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവർ അതിന് 3 വർഷത്തെ കഠിന തടവിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെന്ത് നിലപാട് എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും പറയുന്നില്ല. അപ്പം ദേശീയ ഗാനമല്ലേ ശരിക്കും നമ്മുടെ ഭരണഘടന പറയുന്ന കാര്യം. അപ്പോൾ ദേശീയ ഗാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതും, അതേപോലെ വന്ദേമാതരം ചൊല്ലണമെന്നുള്ളവർക്ക് ചൊല്ലാം, അത് ചൊല്ലണ്ട എന്ന് വിചാരിക്കുന്നവർ ചൊല്ലേണ്ടതുണ്ടോ എന്നുള്ളൊരു ചർച്ച എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ല, മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി പിന്നെ ഇറക്കിയ ഉത്തരവ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ആദ്യം അറിയണം. അതൊരു പിന്നെ നിയമം പാസ്സായതിൻ്റെ ഭാഗമായിട്ടാണോ അതല്ല സ്വമേധയാ അദ്ദേഹം തീരുമാനിച്ചാണോ എന്നുള്ളതല്ലേ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്.